വിഭൂഷിതകരാൽ നവനീരജാപാൽ പീതാംബരാൽ അരുണബിംബഫലാദരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം 82-ാമോധ്യായ 82-ാമത്തെ അധ്യായം. ശ്രീശുകോവാച അഥൈകഥാ ദ്വാരവത്യം വസതോ രാമകൃഷ്ണയോ സൂര്യോപരാഗ സുമഹാൻ ആസീൽ കൽപക്ഷയേ യഥാ. ശ്രീ ശുബ്രഹ്മർഷി പരീക്ഷിത് രാജാവിനോട് കഥ തുടരുകയാണ്. അഥ അനന്തരം ഏകദാ ഒരിക്കൽ രാമകൃഷ്ണയോ ദ്വാരവത്യാം വസതോ. രാമകൃഷ്ണന്മാര് അങ്ങനെ ദ്വാരകയിൽ താമസിക്കുന്ന കാലത്ത് കൽപക്ഷയേ യഥാ സുമഹാൻ സൂര്യോപരാഗ ആസീൽ. കൽപ്പാന്തത്തിൽ പ്രളയം വരണമാതിരി മഹത്തായിട്ടുള്ള ഒരു സൂര്യഗ്രഹണം ഉണ്ടായിരുന്നു. പൂർണ്ണ സൂര്യഗ്രഹണമാണ്. അത് എങ്ങനെയാ വെച്ചാൽ ആകെ അന്ധകാരാവുന്ന രീതിയിലുള്ള പൂർണ്ണ സർവഗ്രാസരൂപമായിട്ടുള്ളൊരു സൂര്യഗ്രഹണമാണ് ഉണ്ടായതെന്നാണ് പറയണത്. ഇനി ആ സൂര്യഗ്രഹണ സമയത്ത് ഓരോരുത്തരെങ്ങനെ പണ്ടൊക്കെ എനിക്ക് ചെയ്തിരുന്നു വെച്ചാൽ എല്ലാവരും തീർത്ഥയാത്ര എടുത്ത് ക്ഷേത്രങ്ങളിൽ പോവും. തീർത്ഥയാത്രകളൊക്കെ നടത്തി നല്ല നല്ല വ്രതങ്ങളൊക്കെ അനുസരിക്കുക, ദാനങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ ഈ സൂര്യഗ്രഹണത്തിൻ്റെ കൊണ്ടുള്ള ദുഷ്ഫലങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി തീർക്കുക എന്നാണ് പറയാറ്. അതിന് വേണ്ടിയിട്ട് ഇനി അവരെ ആ തീർത്ഥയാത്രയുടെ ഇടയിൽ കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള പല രീതിയിലുള്ള സംഭാഷണങ്ങളും അവിടെ നടന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ഇനി ഒരു 3 അധ്യായം കൊണ്ട് പറയാൻ പോണത്. ഈ രാജസൂയ യാഗത്തിന് മുമ്പായിരിക്കണം ഇത് നടന്നത് എന്നാണ് പറയണത്. തം ജ്ഞാത്വാ മനുജാരാജൻ പുരസ്താദേവ സർവദ സമന്തപഞ്ചകം ക്ഷേത്രം ജയു ശ്രേയോ വിധിൽസയാ. സമന്തപഞ്ചകം എന്നും പറയും, സ്യമന്തപഞ്ചകം എന്ന് പറയും. തീർത്ഥങ്ങൾ 5 തീർത്ഥങ്ങൾ പരശുരാമൻ സ്ഥാപനത്തിൽ താൻ വധിച്ചുള്ള ക്ഷത്രിയന്മാരെ രക്തം കൊണ്ടുണ്ടാക്കിയുള്ള തീർത്ഥങ്ങളായതുകൊണ്ടാണ് അങ്ങനെ 5 തീർത്ഥങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അങ്ങനെ സമന്തപഞ്ചകം എന്ന് പറയുന്നത്. ഇത് എവിടെയാണ്? ഇത് കുരുക്ഷേത്രത്തിൽ തന്നെയാണ് ഈ തീർത്ഥങ്ങൾ. അപ്പോൾ അവരെല്ലാവരും എന്താണ് പരീക്ഷത്തെ പുരസ്താൽ ഏവാ, ഈ സൂര്യഗ്രഹണം വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് മുമ്പേ തന്നെ മനുജ ഇങ്ങനെയാണ് തം ജ്ഞാത്വാ സർവതാം ശ്രേയോ വിധിൽസയ. ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആ ശ്രേയസ്സിനെ ഉണ്ടാക്കി തീർക്കാനുള്ള ആഗ്രഹം കാരണം ഈ ശമന്തപഞ്ചകം എന്നുള്ള ക്ഷേത്രം ജയു, ആ പുണ്യകർമ്മങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ഈ ശമന്തപഞ്ചക തീർത്ഥമുള്ള കുരുക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പറയും നിക്ഷത്രിയം മഹിം കുർവൻ രാമ ശസ്ത്രഭൃതാംബര നൃപാണാം രുതിരൗഘേണ യത്ര ചക്രേ മഹാഹ്രദൻ. ശസ്ത്രഭൃതാം വര രാമ, അതായത് ധനുസ് ധരിച്ച വില്ലാളികളുടെ വീരനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള പരശുരാമൻ മഹീം നിക്ഷത്രിയാം കുർവൻ, ഭൂമിയെ മുഴുവൻ ഇല്ലാത്തതാക്കി ചെയ്യുന്നവനായിട്ട് നൃപാണം അങ്ങനെ വധിച്ചിട്ടുള്ള രാജാക്കന്മാരുടെ രുതിരൗഘേണ രക്തപ്രവാഹത്താൽ എത്ര മഹാഹ്രദാൻ ചക്രേ, ആ കുരുക്ഷേത്രത്തിൻ്റെ അടുത്ത് മഹാഹ്രദങ്ങളെ തീർത്ഥങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുക, രക്തങ്ങൾ ഉണ്ടാക്കിയതാണ് പറയുന്നത്. ചക്രേ ഉണ്ടാക്കി. ഈ ജേച്ച ഭഗവാൻ രാമോ യത്രാസ്പൃഷ്ടോപി കർമ്മണ ലോകസ്യ ഗ്രാഹയന്നീശോ യഥാന്യോകാവനുത്തയേ കർമ്മണ അസ്പൃഷ്ട അപി. യഥാർത്ഥത്തിൽ ആ പരശുരാമൻ ഭഗവാന്റെ അവതാരാണ്. അതുകൊണ്ട് താൻ ചെയ്ത കർമ്മങ്ങളാൽ നിന്നും സ്പർശിക്കപ്പെടാത്തവനാണ്. എങ്കിൽ കൂടി ഭഗവാൻ ഈശ രാമ ഭഗവാനായിട്ടുള്ള ആ സാക്ഷാൽ പരശുരാമൻ ലോകസ്യ ഗ്രാഹയൻ, ലോകത്തിനെ ഗ്രഹിപ്പിക്കാനായിക്കൊണ്ട് അന്യയഥ സാധാരണക്കാരനെ പോലെ അഘാവനുത്തയെ താൻ ചെയ്ത ആ ഈ ക്ഷത്രിയവധം എന്നുള്ളതിനുള്ള ആ പാപത്തിന് പരിഹാരമായിക്കൊണ്ട് അഘാവനുത്തയെ എത്ര ഈജേച്ച, ഈ കുരുക്ഷേത്രത്തിൽ വെച്ച് ധാരാളം യജ്ഞങ്ങൾ നടത്തുകയും ചെയ്തു.
സ്നാനദാനാദി പുണ്യകർമ്മങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചാൽ എല്ലാവർക്കും എന്തെങ്കിലും തങ്ങൾ ചെയ്തുള്ള പാപങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തമായി തീരുന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പരശുരാമൻ അങ്ങനെ അവിടെ ചെയ്തത്. അവിടെ മഹത്യാം തീർത്ഥയാത്രായാം തത്രാഗൻ ഭാരതീ പ്രജ കൃഷ്ണയശ്ച തഥാ ക്രൂര വസുദേവാഹുകാദയാ. മഹത്യാം തീർത്ഥയാത്രായാം, അങ്ങനെയുള്ള മഹത്തായുള്ള ഒരു തീർത്ഥയാത്രയായിട്ട് ഭാരതീ പ്രജ, ഭാരതത്തിലെ അങ്ങുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള പ്രജകൾ തഥാ അതുമാതിരി തന്നെ അക്രൂര വസുദേവ ആഹുകായ, അരകെന്ന് അക്രൂരൻ, വസുദേവൻ, ആഹുകൻ മുതലായിട്ടുള്ള വൃഷ്ണികളും തത്ര അകൻ അവിടേക്ക് പോയി. യയുർഭാരത തൽക്ഷേത്രം സ്വമകം ക്ഷവൈഷ്ണവ ഗതപ്രദ്യുമ്ന സമ്പാദ്യ സുചന്ദ്രശുഖസാരണൈ ആസ്തേ നിരുദ്ധോ രക്ഷായം കൃതവർമാ ച യൂഥവാ. ഇവര് മാത്രമല്ല, നേരത്തെ പറഞ്ഞു അക്രൂരൻ, വസുദേവൻ, ആഹുകൻ തുടങ്ങിയ അത് മാത്രമല്ല, ആ ഭഗവാന്റെ പുത്രന്മാരും ഗത പ്രദ്യുമ്ന സാമ്പാദ്യ, ഗതൻ, പ്രദ്യുമ്നൻ, സാമ്പൻ തുടങ്ങിയവരും സ്വം അഖംക്ഷ വൈഷ്ണവ, തങ്ങളുടെ പാപത്തെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിട്ട് ഭാരത പരീക്ഷത്തെ തത്ക്ഷേത്രം യയു, ആ കുരുക്ഷേത്രത്തിലേക്ക് പോയി സുചന്ദ്ര ശുഖസാരണന്മാരോടുകൂടെ അനിരുദ്ധനെ ആ ദ്വാരകയുടെ രക്ഷായാം കൃതവർമാ യോധവ, കൃതവർമാവിനെ ആ തങ്ങളുടെ സേനാനാഥനായിട്ടും ആസ്തെ അവിടെ ദ്വാരകയിൽ തന്നെ ഇരുത്തി ബാക്കി എല്ലാവരും ഈ തീർത്ഥയാത്രയായിട്ട് പോയി എന്ന് പറയുകയാണ്. അവരത്തെ ദേവദിഷ്ണ്യാഭൈ, ദേവവിമാനങ്ങൾക്ക് തുല്യങ്ങളായിരിക്കുന്ന രഥൈ, അത് നല്ല തേരുകളിലും അതുമാതിരി തരളപ്ലവൈ ഹയയിച്ച നല്ല തിരമാലകൾ പോലെ അങ്ങനെ ചഞ്ചലായിട്ടുള്ള ചാട്ടങ്ങളോട് കൂടിയിട്ടുള്ള കുതിരകളോടും നദദ്ധി അഭ്രാഭൈ ഗജൈ, നല്ല മേഘങ്ങളെ പോലെ തന്നെ നാദം പിടിക്കുകയും ചെയ്യും, മേഘങ്ങളിലെ തന്നെ നിറങ്ങളുള്ളതായിട്ടുള്ള ആനകളോടും വിദ്യാധരദ്വീപി, വിദ്യാധരന്മാർ ശോഭിക്കുന്ന സേനയോടുകൂടി അങ്ങനെ ചതുരംഗ പടയായിട്ടാണ് അവിടെ പോയിരിക്കുന്ന ഈ തീർത്ഥയാത്രയിലേക്ക്. അങ്ങനെ അവിടെ എല്ലാവരും കൂടി പോയി എന്ന് പറയുകയാണ്. വിരോചന്ത മഹാതേജ പതി കാഞ്ചനമാലിന ദിവ്യസ്രക് വസ്ത്രസന്നാഹ കളത്രൈഖേചരായിവ. ഈ മഹാതേജസ്സോടുകൂടിയുള്ള മഹാതേജസ്സോടുകൂടിയ യാദവന്മാര് കാഞ്ചനമാലിന ദിവ്യസ്രക് വസ്ത്രസന്നാഹ, നല്ല നല്ല സ്വർണ്ണമാലകളൊക്കെ ധരിച്ചിട്ടുണ്ട്, ദിവ്യങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ ഒക്കെ ധരിച്ചിട്ടുണ്ട്. പിന്നെയോ കളത്രൈ പതിഖേചര ഇവ, കളത്രൈ എന്ന് പറഞ്ഞാൽ പത്നിമാരോട് കൂടിയിട്ട് വഴിയിൽ ദേവന്മാരെ പോലെ, ഖേചര എന്ന് പറഞ്ഞ ദേവന്മാരെ പോലെ വിരോചന്ത, അവരങ്ങനെ ആ തങ്ങളുടെ പത്നി സമൂഹത്തോടുകൂടി അങ്ങനെ പോകുമ്പോൾ സാക്ഷാൽ ദേവന്മാരും മാതിരി അവർ ശോഭിച്ചു എന്ന് പറയുകയാണ്. തത്ര സ്നാത്വാ മഹാഭാഗ ഉപോഷ്യ സുസമാഹിത ബ്രാഹ്മണേഭ്യോ ദധൃദ്ധേനോ വാസസ്രഗ്രുഗ്മമാലിനി. മഹാഭാഗ സുസമാഹിത, തത്ര അവരെല്ലാവരും മഹാന്മാരായിട്ടുള്ള അവരെല്ലാവരും സുസമാഹിത, നല്ല ഏറ്റവും ഭക്തിയുക്തന്മാരായിട്ട് അവിടെ സ്നാത്വാ ഉപോഷ്യാം, അവിടെ തീർത്ഥങ്ങളിലൊക്കെ സ്നാനം ചെയ്ത് ഉപവാസവും ആ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് വാസസ്രഗ്രുഗ്മമാലി, വസ്ത്രം, മാല, സ്വർണമാല മുതലായോടുകൂടിയ ധേനു പശുക്കളെ ബ്രാഹ്മണേഭ്യ ദദു, ധാരാളം പശുദാനം ചെയ്തു ബ്രാഹ്മണന്മാർക്ക്. കുരുക്ഷേത്ര തീരത്തിൽ സാധാരണ തീർത്ഥോപവാസം എന്നുള്ള വിധിച്ചില്ല. പക്ഷെ എന്താണ്, സൂര്യഗ്രഹണം ആ പുണ്യകാലമായതിനാൽ അവിടെ ഭക്ഷണം വർജിച്ചു എന്ന് ധരിക്കേണ്ടതാണെന്നാണ് പറയുന്നത്. രാമഹൃദേഷു വിധിവൽ പുനരാപ്ലുത്യ വൃഷ്ണയ ദദുസ്വന്നം ദ്വിജാദിഭ്യ കൃഷ്ണേനോ ഭക്തി. വളരെ ഭക്തിയോടുകൂടിയിട്ടാണ് അവര് എല്ലാവരും പിറ്റേന്നാളെ ഗ്രഹണം കഴിഞ്ഞ് പിറ്റേന്നാൾ വൃഷ്ണികളെല്ലാവരും രാമഹൃദേഷു, രാമൻ പരശുരാമൻ തീർത്തുള്ള ഈ ഹൃദങ്ങളിൽ വിധിവൽ ആപ്ലുത്യ, വേണ്ട രീതിയിൽ സ്നാനം ചെയ്തിട്ട് എന്തേ പ്രാർത്ഥിച്ചത്, കൃഷ്ണേ ന ഭക്തി അസ്തു, ഞങ്ങൾക്ക് ഭഗവാനിൽ എപ്പോഴും പരമമായിട്ടുള്ള ഭക്തി ഉണ്ടാവണേ എന്ന സങ്കല്പത്താൽ ദ്വിജാദിഭ്യ സ്വന്നം ദതു, ബ്രാഹ്മണർക്കായിക്കൊണ്ട് നല്ല വേണ്ട രീതിയിലുള്ള മിഷ്ടാന്നം കൊടുത്തു. സ്വയം തദനുജ്ഞാത കൃഷ്ണയ കൃഷ്ണദേവത വിവിശു കാമം സ്നിഗ്ധഛായാംഘ്രിവാംഘ്രിരോ.
അങ്ങനെ ബ്രാഹ്മണർക്ക് അവരെ ഭുജിപ്പിച്ചതിന് ശേഷം തദനുജ്ഞാത അവരുടെ അനുവാദത്തോടു കൂടിയവരായിട്ട് സ്വയം തങ്ങളും വൃഷ്ണയ കൃഷ്ണദേവത ഭഗവാൻ ദേവനാകുന്ന കൃഷ്ണൻ ദേവനായിട്ടുള്ള ഭഗവാനോട് കൂടിയിട്ടുള്ള ആ വൃഷ്ണികൾ സ്വയം തങ്ങളും എന്ത് ചെയ്തു ഭുക്വ അവരും തങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്നിഗ്ധ ഛായ അങ്ക്രിഷു നല്ല മരത്തണകളുടെ നല്ല തണലുള്ള മരങ്ങളുടെ ചുവട്ടിൽ പോയിട്ട് കാമം ഉപവിവിശു തങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ അങ്ങനെ സുഖമായിട്ട് ആ മരത്തിൻ്റെ തണലിൽ അങ്ങനെ വിശ്രമിച്ചു. ആ തീർത്ഥ സ്ഥാനത്തുള്ള മരങ്ങളുടെ തണലിൽ തത്രാഗതാം സ്ഥേതൃശു സുഹൃൽ സംബന്ധിനോ നൃപാൻ മത്സ്യോശീനര കൗസല്യ വിദർഭഗുരു സഞ്ജയാൻ കാംബോജ കൈകയന്മാദ്രൻ കുന്തീൻ ആനർത്ത കേരളൻ. അപ്പോഴേക്കും അവിടെ എന്തുണ്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തത്ര ആഗതാൻ സുഹൃൽ സമ്പന്നൻ അപ്പോഴേക്കും തങ്ങളുടെ ആ സുഹൃത്തുക്കളെ സംബന്ധികളായിട്ടുള്ള രാജാക്കന്മാരെ അവർ കണ്ടു എന്ന് പറയാൻ ആരൊക്കെയാണ്? ആ മത്സ്യൻ, ഉശീനരൻ, കൗസല്യൻ, വിദർഭൻ, കുരുക്കള്, സൃഞ്ജയൻ, കാമ്പോജന്മാര്, കേകയന്മാര്, മദ്രാധിപന്മാര്, കുന്തികൾ, ആനർത്തന്മാര്, ഇങ്ങനെ ഭാരതത്തിൻ്റെ പല ഭാഗത്തുള്ള രാജാക്കന്മാരെല്ലാവരും അവിടെ എത്തിൻ്റെ അവരെയൊക്കെ ഈ ഋഷികൾ കണ്ടു. അന്യാംശ്ചൈവാത്മപക്ഷീയൻ പരാംശ്ച സതശോ നൃപാം നന്ദാദീൻ സുഹൃദോ ഗോപാൻ ഗോപീശ്ചോൽക്കണ്ഠിതാശ്ചിരം. ആത്മപക്ഷീയൻ അന്യാൻച അതുമാതിരി തങ്ങളുടെ പക്ഷത്തുകാരായിട്ടുള്ള അന്യന്മാരെയും പരന്മാരെയും അതായത് തങ്ങളുടെ പക്ഷത്തിലുള്ള രാജാക്കന്മാരുണ്ട്, പരപക്ഷക്കാരായിട്ട് അനേകം പേരുണ്ട്. അവരെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് കുശലപ്രശ്നം ചെയ്യാനൊക്കെ തുടങ്ങിയെന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല ഈ രാജൻ ശതശ സുഹൃത അനേകം സുഹൃത്തുക്കളുണ്ട്. ആരുമാതിരി നന്ദൻ മുതലായുള്ള ഗോപന്മാര് അങ്ങനെ അവരൊക്കെ ഉണ്ടാവിടെ. അത് മാത്രമല്ല ചിരം ഉത്കണ്ഠിത ഗോപീജ വളരെയധിക കാലമായിട്ട് ആ വിയോഗ ദുഃഖത്താൽ അങ്ങനെ ക്ലേശിച്ചിരിക്കുന്ന ഗോപികമാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അന്യോന്യ സന്ദർശന ഹർഷരം ഹസാ പ്രോഫുല്ലഹൃദ്വക്ത്രസരോരുഹശ്രിയ ആശ്ലിഷ്യ ഗാഢം നയനൈസ്രവജ്ജല ഹൃഷ്യത്വചോ രുദ്ധഗിരോയും മുദം. നമുക്ക് വലിയൊരു അതാണ് ഒരു ആഘോഷത്തിന് പോയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെയുള്ള നമ്മുടെ ബന്ധുക്കളെ ചങ്ങാതിമാരൊക്കെ കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ അന്യോന്യ സന്ദർശന ഹർഷരംഹസ കുറേ കാലം കഴിഞ്ഞിട്ടുള്ള ആ കാഴ്ച കാണും വീണ്ടും കണ്ടുപിട്ടിയുള്ള സന്തോഷം കൊണ്ട് പ്രോത്ഫുല്ല ഹൃദ്വക്ത്ര സരോരുഹശ്രിയ നല്ല ഹൃദയം അങ്ങനെ വികസിക്കും എന്നിട്ടോ മുഖത്തിന് അതങ്ങനെ മുഖത്തിൻ്റെ ശോഭ ഇങ്ങോട്ട് കൂടുക. അത് കാരണം കേട്ടോ ഗാഠം ആശ്ലിഷ്യ ആ വളരെ അടുത്ത് ചെന്ന് വളരെ മുറുകി ആലിംഗനം ചെയ്തിട്ട് നയനൈ സ്രവജല ആ സന്തോഷം കൊണ്ട് അങ്ങനെ കണ്ണുകളിൽ കൂടെ ഇങ്ങനെ ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. എന്ന് മാത്രമല്ല ഹൃഷ്യത്വജ ശരീരം ഇങ്ങനെ രോമാഞ്ചം ഉണ്ടായിക്കൊണ്ട് രുദ്ധഗിര അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റാണ്ട് അങ്ങനെ വാക്കൊക്കെ തടസ്സമായിക്കൊണ്ട് മുദം യയു എല്ലാവരും വളരെയധികം സന്തോഷത്തെ പ്രാപിച്ചു എന്ന് പറയുകയാണ്. സ്ത്രീയശ്ച സംവീക്ഷ്യമിതോതി സൗഹൃദം സൗഹൃദസ്മിതാമലാവാംഗ ദൃശോഭിരേ സ്തനൈസ്തനൻ കുങ്കുമപങ്കരൂഷിതൻ നിഹത്യദോർഭി പ്രണയാശ്രുലോചന. അവരുടെ സ്ത്രീജനങ്ങളും മിത അന്യോന്യം സംവീക്ഷ്യ കണ്ടിട്ട് അതിസൗഹൃദ സ്മിത അമലാഭാംഗ ദൃശ അതിസ്നേഹം കൊണ്ട് അങ്ങനെ മന്ദഹാസത്തോടും മനോഹരമായിട്ടുള്ള മാലിന്യം ഒട്ടുമില്ലാത്ത നിർമ്മലമായിട്ടുള്ള നോട്ടത്തോടും കൂടിയവരായിട്ട് പ്രണയാശ്രുലോചന സ്നേഹം കൊണ്ട് അങ്ങനെ കണ്ണീരൊഴുക്കിക്കൊണ്ട് സ്തനൈ ദോർഭി കുങ്കുമരൂഷിതാൻ സ്തനാൻ നിഹത്യ അവിരേമിരേ അങ്ങോട്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്തു സ്ത്രീകളെന്ന് പറയുകയാണ്. ആ മാരണങ്ങൾ അങ്ങനെ അമർത്തിക്കൊണ്ടുള്ള രീതിയിൽ തതോഭിവാദ്യരേ വൃദ്ധാൻ യവിഷ്ടൈരഭിവാദിത സ്വാഗതം കുശലം പൃഷ്ട്വാ ചക്രു കൃഷ്ണകഥാമിധ.
തഥാ അനന്തരം അവര് എങ്ങനെയാണ് വൃദ്ധാൻ അഭിവാദ്യ, തങ്ങളുടെ മീതപ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ വൃദ്ധന്മാർ, അവരെയൊക്കെ വന്ദിച്ചിട്ട് യവിഷ്ടൈ താഴ്ന്നവരാൽ ആ വന്ദിക്കപ്പെട്ടവരായിട്ട് സ്വാഗതം കുശലം പൃഷ്ഠം അങ്ങോട്ടും ഇങ്ങോട്ടും കുശല പ്രശ്നങ്ങളൊക്കെ നടത്തിക്കൊണ്ട് കൃഷ്ണകഥാചക്രു അവർക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭഗവാന്റെ കഥകൾ പറയാനും അവർക്കൊരു സന്ദർഭമായിരുന്നു അതെന്ന് പറയുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാന്റെ വിശേഷങ്ങൾ ഓരോന്ന് പറഞ്ഞ് രസിക്കാൻ തുടങ്ങി. ആ ഭ്രാതൃൻ സുധർവിഹ്യ തത്പുത്രൻ പിതരാവവി ഭ്രാതൃപത്നീർമുകുന്ദം ച ജഹൗ സംഘതയാശുച. അപ്പോൾ ഓരോരുത്തരും ഇനി വ്യക്തിപരമായിട്ട് പറയാണ്. പ്രധാ കുന്തിദേവി ഭ്രാതൃൻ തൻ്റെ സഹോദരന്മാരായിട്ടുള്ള എന്താണ് വസുദേവൻ തുടങ്ങിയവരെയും അതുമാതിരി സ്വശ്രു സഹോദരിമാരും അവിടെ വന്നിട്ട് തൽപുത്രൻ അവരുടെ പുത്രന്മാരെയും പിതരവും തൻ്റെ അമ്മച്ചന്മാരവിടെ വന്നിട്ടുണ്ട്. അവരും പിന്നെ ഭ്രാതൃപത്നി സഹോദര ഭാര്യമാരെയും ഇന്ന് മാത്രമല്ല മുകുന്ദം ച ഭഗവാനെയും കണ്ടിട്ട് വീക്ഷ്യ സംഘതയാ ശുച ജഹൗ അന്യോന്യം ചേർന്ന് അവരോടൊക്കെ സംഭാഷണം ചെയ്തുകൊണ്ട് ആ മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറയുകയാണ്. ഞാൻ കുന്തിദേവിയുടെ ആ ഒരു വാക്ക് അതിൽ കുശലൻ തൻ്റെ വിഷമങ്ങൾ പറയലൊക്കെ പറയുകയാണ്. കുന്തിവാച ആര്യഭ്രാതരഹം മന്യേ ആത്മാനമഹൃദാസിതം യദ്വാ ആവത്സുമദ്വാർത്തം നാനുസ്മരത സത്തമാ. ആര്യഭ്രാത ശ്രേഷ്ഠനായിട്ടുള്ള ഭ്രാതാവേ ശ്രേഷ്ഠനായിട്ടുള്ള ഭ്രാതാവേ എന്ന് വിളിക്കാൻ വസുദേവനെ. ആത്മാനം ആകൃതാശിഷം അഹം ഞാനേ ഒട്ടൊരു സുഹൃത ഇല്ലേ എന്താണ് സുഹൃതം ചെയ്യാത്ത ആളായിട്ട് ഞാൻ കരുതുന്നു പറയാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ സത്തമായൂയം വളരെ ശ്രേഷ്ഠന്മാരായിട്ട് നിങ്ങളാരും ആവത്സുവ ആപത്തുകളിൽ പോലും മധ്വാർത്ഥം എന്നെ പറ്റിയിട്ടോ എൻ്റെ വാർത്തകളെ കഥകളെ പറ്റിയിട്ടോ എന്നാ അനുസ്മരത നിങ്ങളാരും ഓർക്കുന്നില്ലല്ലോ. കാരണം അത്ര എന്താണ് പാപം ചെയ്തവളാണ് ഞാൻ, സുഹൃതം ഒട്ടും ചെയ്യാത്തവളാണ് ഞാൻ, എനിക്ക് ബോധ്യമായി എന്ന് പറയാണ് കുന്തിദേവി. അപ്പോ സുഹൃദോജ്ഞാതയ പുത്ര ഭ്രാതര പിതരാവവി നാനുസ്മരന്തി സ്വജനം യസ്യ ദൈവം അദക്ഷിണം. എന്നിട്ട് അതിന് ഒരു പൊതുവായിട്ടുള്ള നീതിയും പറയാണ്. യസ്യ ദൈവം അദക്ഷിണം. യാതൊരുത്തൻ്റെ നേരെ ആ ഭഗവാൻ തന്നെ അനുകൂലമല്ല പ്രതികൂലാണെങ്കിൽ സ്വജനം സുഹൃതജ്ഞാതയ പുത്ര അവൻ്റെ സ്വജനങ്ങളോ സ്നേഹിതന്മാരോ ബന്ധുക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ അമ്മയച്ഛന്മാർ കൂടി അവരെ പറ്റി ഓർക്കില്ല എന്ന് പറയാണ്. കാരണം ദൈവം കൂടി അവർക്ക് വിപരീതമാണെങ്കിൽ. അപ്പോഴാണ് വസുദേവ മറുപടി പറയുകയാണ്. വസുദേവ ഉവാച അംബമാസ്മാനസൂയേത ദൈവക്രീഡനകാനരാൻ ഈശസ്യ ഹി ഇതിൽ വശ എന്നാണ്. ഈശസ്യ വശ. അപ്പോൾ വശോലോകേന്നാവും, ലോകാമാവും. ഗോപാലനാരയിൽ വശോലോക എന്നാണ്, മറ്റുള്ളതിലൊക്കെ വശേ ലോക എന്ന്. രണ്ടായാലും വിരോധമില്ല. വശോ എന്നാവുമ്പോൾ ഈശസ്യ ഹി വശ ലോക എന്നുള്ള അർത്ഥത്തിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ വശേ ഈശസ്സിൻ്റെ വശത്തിൽ എന്നുള്ള രീതിയിൽ അങ്ങനെ സപ്തമിയായിട്ട് വരും. അതെന്താണ് അമ്മ ഈശസ്യ ഹി വശോ ലോക കുരുതേ കാര്യതേ അഥവാ. എന്താണ് വസുദേവർ പറയണത്? നമ്മളെല്ലാം അസ്വതന്ത്രരാണ്. അമ്മേ സഹോദരി അമ്പ എന്നാ വിളിക്കണേ. സഹോദരി ഏതുമാതിരി ദൈവക്രീഡനകാൻ നരാൻ അസ്മാൻ മാ അസൂയേത. ഈശ്വരൻ്റെ കളിക്കോപ്പുകളാണ്, കളിപ്പാട്ടങ്ങളാണ് നമ്മളെല്ലാവരും, ഈ മനുഷ്യന്മാരെല്ലാവരും. അങ്ങനെ അതുകൊണ്ട് അന്യോന്യം കുറ്റപ്പെടുത്തണം. ആ അസൂയേത എന്ന് പറയാണ്, കുറ്റപ്പെടുത്തണം എന്ന് പറയുകയാണ്. കാരണം ഈശസ്യ വശ ലോക കുരുതേ അഥവാ കാര്യതേ. ഈ ഭഗവാന്റെ അധീനത്തിലായിട്ടുള്ള ഈ ലോകം ഇങ്ങനെ ഓരോരോ പ്രവൃത്തികൾ ചെയ്യുന്നു. ആ ഭഗവാൻ അവരെ കൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുകയും ചെയ്യണു. കാരണം അതൊന്നും ലോകത്ത് അതൊന്നും സ്വതന്ത്രമല്ല എന്ന് പറയുകയാണ്. കംസപ്രതാപിതാ സർവേ വയം യാതാദിശം ദിശം ഏതർഹേവ പുനഃസ്ഥാനം ദൈവേന അസാദിതാ സ്വസാ. സഹോദരി കംസപ്രതാപിതാ സർവേ വയം. ആ കംസാനാൽ തവിപ്പിക്കപ്പെട്ട വളരെയധികം കംസന്റെ ദുഷ്പ്രവൃത്തികളെ കൊണ്ട് വളരെയധികം വിഷമിച്ചിരുന്ന സർവേ വയം ഞങ്ങളെല്ലാവരും ദിശം യാതാ പലേ ദിക്കുകളിൽ അങ്ങനെ ഓടി നടന്നിട്ട് പൂന
ഏതർഹി ഏവത ഇപ്പം ഈ അധികം വൈകാണ്ട കുറച്ച് കാലം മുമ്പേ ദൈവേന സ്ഥാനം ആസാദ വീണ്ടും ഞങ്ങൾക്കൊരു സ്ഥാനം സമാധാനമായിട്ട് ഇരിക്കാനുള്ള സ്വസ്ഥാനത്തിലേക്ക് പ്രാപിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുകയാണ് വസുദേവർ. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഭഗവാന്റെ ലീലയായിട്ട് ഭഗവാന്റെ കളിപ്പാട്ടങ്ങളെ പോലെയാണ് നമ്മളെല്ലാവരും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ പരാതി പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ ചോദിക്കുകയാണ് വസുദേവർ. ശ്രീശുകോവാച വസുദേവോഗ്രസേനാദ്യൈർയദുഭിശ്ചേർച്ചിതാനൃപാ ആസൻ അച്യുത സന്ദർശ പരമാനന്ദനമ്രതാ. ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ് ആ സമയത്തേക്ക് വസുദേവ ഉഗ്രസേനാദ്യൈർ യദുഭി അർച്ചിതാ തേ നൃപ. ഈ അന്നുള്ള രാജാക്കന്മാരെല്ലാവരും ഉണ്ടല്ലോ, അവരെല്ലാവരും വസുദേവനും ഉഗ്രസേനും തുടങ്ങിയ യാദവന്മാരാൽ വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടവരായി. അപ്പം ആ തേ നൃപ അച്യുത സന്ദർശ പരമാനന്ദ നിർവൃത. ഭഗവാനെ കണ്ടതിലുള്ള ആ പരമാനന്ദം കൊണ്ട് സുഖിതന്മാരായിട്ട് അവരെല്ലാവർക്കും സന്തോഷമായി എന്ന് പറയും. ഭഗവാൻ ഇന്ന് കാണാൻ പറ്റില്ല, അനവധി പേർക്ക് ഭഗവാന്റെ അങ്ങനെ കഥകൾ കേട്ടിട്ടേ ഉള്ളൂ, കാണാൻ തന്നെ കഴിഞ്ഞില്ല. അവർക്ക് എല്ലാവർക്കും ആ ഭഗവാന്റെ സന്ദർശനം എന്നുള്ളത് വളരെ ആനന്ദത്തിന് കാരണമായിത്തീരുന്നു. ശ്രീ എന്നിട്ട് ഭീഷ്മോ ദ്രോണാംബികാപുത്രോ ഗാന്ധാരി സസുതാ തഥാ സദാരാ പാണ്ഡവാ കുന്തി സൃഞ്ജയോ വിദുരകൃപ കുന്തിഭോജോ വിരാടശ്ച ഭീഷ്മകോ നഗ്നജിന്മഹാൻ പുരുജിൽ ദ്രുപദശല്യോ ദൃഷ്ടകേതു സകാശിരാട് ദമഘോഷോ വിശാലക്ഷോ മൈഥിലോ മദ്രകേകയൗ യുധാമന്യു സുശർമാ ച സസുതാ ബാഹ്ലികാദയ രാജാനോ യേ ച രാജേന്ദ്ര യുധിഷ്ഠിരമനുമ്രത ശ്രീനികേതം വപുശൗരേ സസ്ത്രീകം വിസ്മിത. അത് വീണ്ടും ഒന്ന് വിസ്തരിച്ച് പറയുകയാണ്. ആരൊക്കെയാണ് അവിടെ ജ്യേഷ്ഠന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ പേരുകൾ ഒന്നുകൂടി പറയുകയാണ്. ഭീഷ്മര്, ദ്രോണര്, ധൃതരാഷ്ട്രര്, പുത്രന്മാരോട് കൂടിയിട്ടുള്ള ഗാന്ധാരി, പത്നിമാരോട് കൂടിയിട്ടുള്ള പാണ്ഡവന്മാര്, കുന്തി, സൃഞ്ജയൻ, വിതുരൻ, കൃപര്, കുന്തിഭോജൻ, വിരാട് രാജാവ്, ഭീഷ്മകൻ, കാശിരാജാവ്, ദമഘോഷൻ, മൈഥിലൻ, മദ്രാധിപതി, കേകയ രാജാവ്, യുധാമന്യു, സുശർമാവ്, ബാഹ്ലികൻ തൻ്റെ പുത്രന്മാരോട് കൂടിയിട്ടുള്ള ബാഹ്ലികാദികൾ, പിന്നെയോ ഇവരെല്ലാവരും യുധിഷ്ഠിനോട് കൂടിയിട്ടുള്ള എല്ലാ രാജാക്കന്മാരും വന്നിട്ടുണ്ടോ അവരെല്ലാവരും തങ്ങളുടെ പത്നിമാരോടും കൂടി ആ ഭഗവാന്റെ മനോഹര ശ്രീനികേതം വപുശൗരേ അസക്ഷലക്ഷ്മി നിവാസമായിട്ടുള്ള ഭഗവാന്റെ ശരീരം കണ്ടുകൊണ്ട് വളരെയധികം സസ്ത്രീകം വീക്ഷ്യ വിസ്മിത. അവരെല്ലാവരും ആ ഭഗവാന്റെ രൂപം കണ്ടിട്ട് വളരെയധികം വിസ്മയിച്ചു എന്ന് പറയുകയാണ്. അതേ രാമകൃഷ്ണാഭ്യം സമ്യക് പ്രാപ്ത സമർഹണ പ്രശംസുർമുദായുക്ത കൃഷ്ണപരിഗ്രഹൻ. അതിനുശേഷം രാമകൃഷ്ണാഭ്യാം സമ്യക് പ്രാപ്ത സമർഹണ അവരെല്ലാവരെയും വന്നവരെ എല്ലാവരെയും ബലരാമനും കൃഷ്ണനും കൂടിയിട്ട് വേണ്ട രീതിയിൽ സൽക്കരിച്ചു വന്നുള്ള രാജാക്കന്മാരെ എല്ലാവരെയും തേ കൃഷ്ണപരിഗ്രഹാൻ വൃഷ്ണീൻ അവരെല്ലാവർക്കും അപ്പോഴേക്കും ആ സന്തോഷത്തോടുകൂടി അതൊക്കെ സ്വീകരിച്ചിട്ട് ആ ഭഗവാനാകുന്ന ആശ്രയത്തോടു കൂടിയിട്ടുള്ള ആ യാദവന്മാരെ ഋഷികളെ മുഴുവൻ മുദായുക്ത പ്രശംസു നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ പ്രശംസിച്ചു. കാരണം നിങ്ങളുടെ കൂടെ എപ്പോഴും കൃഷ്ണനില്ലേ, നിങ്ങളുടെ കൂടെ എത്ര ഭാഗ്യവാന്മാരാണ് നിങ്ങൾ എന്നുള്ള രീതിയിലാണ് അവർ പറയണത്. അതാണ് അഹോ ഭോജപതേയൂയം ജന്മഭാജോ നൃണാമിഹ യൽ പശ്യദാസൽ കൃഷ്ണം ദുർദർശമവിയോഗിനം. ഈ ഭോജപതി എന്ന് വിളിച്ചിട്ട് ഉഗ്രസേന മഹാരാജാവിനെ വിളിക്കുകയാണ്. ഈ ലോകത്തിൽ നൃണ മനുഷ്യന്മാരായിട്ട് ജന്മമെടുത്തവരുടെ മധ്യത്തിൽ യൂയം ജന്മഭാജ യൽ യോഗി എന്താണ് നിങ്ങൾ മനുഷ്യന്മാരെ എടുത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണെന്ന് പറയുകയാണ്. കാരണം യൽ എന്തുകൊണ്ടെന്നാൽ യോഗിനാമവി ദുർദർശം കൃഷ്ണം യോഗിമാർക്ക് കൂടിയിട്ട് അത്ര എളുപ്പത്തിൽ കാണാൻ കഴിയാത്ത ആ ഭഗവാനെ കൃഷ്ണം യൂയം അസകൾ പശ്യതാഹോ നിങ്ങളെല്ലാവരും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കില്ലേ. അത്ഭുതം എന്ന് പറയുകയാണ്. അതായത് മനുഷ്യരുടെ കൂട്ടത്തിൽ ജനിച്ചത് കൊണ്ടുള്ള അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫലം പരിപൂർണമായിട്ട് അനുഭവിച്ചവരാണ് നിങ്ങളെന്നാണ് അവരോട് പറയണത്. എന്നിട്ടോ യൽ വിശ്രുതി ശ്രുനിനുതേതമലംബുനാദി
പാദാവനേ ജനപയശ്ച വചശ്ച ശാസ്ത്രം ഭൂകാലവർജിതവഗാഭി യദംഗ്രിപത്മസ്പർശോത്ഥ ശക്തിരഭിവരിഷതി നോഖിലാർത്ഥൻ. എന്താണ് ഭഗവാന്റെ മഹത്വം? യൽ വിശ്രുതി, ആ ഭഗവാന്റെ കീർത്തിയാണ് ശ്രുതിനൂത, വേദങ്ങളാൽ അങ്ങനെ ശ്രുതിക്കപ്പെട്ടതായിട്ട് ഇതം വിശ്വം, ഈ വിശ്വത്തെ മുഴുവനും അലം പുനാതി, ഏറ്റവും അധികം ശുദ്ധീകരിക്കുന്നത് എന്നാണ് ആ ഭഗവാന്റെ കീർത്തിയാണ്. വേദസ്തുതികൾ ഭഗവാനെ പറ്റി. അതുകൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ ശുദ്ധമായി തീരുന്നത് എന്ന് മാത്രമല്ല പാദാവനേ ജനപയച്ച, ഭഗവാന്റെ ആ കാലുകഴിയുള്ള തീർത്ഥവും അതുമാതിരി വച ശാസ്ത്രം, വാക്കുകളാണെന്ന് വാക്കുകളാവുന്ന ശാസ്ത്രവും ഇതം പുനാതി, ഇതിനെ വീണ്ടും വീണ്ടും ശുദ്ധമാക്കുന്നു. കാലഭർജിത ഭഗാ അഭി, കാലത്താൽ നശിപ്പിക്കപ്പെട്ട മാഹാത്മ്യത്തോടു കൂടിയതാണെങ്കിലും ഈ ഭൂമി യദംഗ്രിപത്മം സ്പർശോർത്ഥശക്തി, അതായത് ആ കാലം കൊണ്ട് വളരെയധികം അതിൻ്റെ ഐശ്വര്യവും ചൈതന്യമൊക്കെ നശിച്ചിട്ടുണ്ടെങ്കിലും ആ ഭഗവാന്റെ പാദപത്മ സ്പർശനം കൊണ്ട് വീണ്ടും അതെല്ലാം വർദ്ധിച്ച് ശക്തിയോടുകൂടി വീണ്ടെടുത്തിട്ടുള്ള ഈ ഭൂമി നമ്മൾക്ക് അഖിലാർത്ഥാൻ അഭിവർഷതി, നമുക്ക് വേണ്ടുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ഈ ഭൂമി ദേവി വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. തദ്ദർശന സ്പർശന അനുപത പ്രജൽപ ശയ്യാസനാശന സയൗന സപൺപിണ്ഡബന്ധ യേഷാം ഗൃഹേ നിരയവർത്തനിവർത്തതം വ സ്വർഗാപവർഗവിരമ സ്വയമാസ വിഷ്ണു. എന്നിട്ട് വീണ്ടും അവരെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ് യേഷാം വാ, എങ്ങനെയാണ് നിങ്ങളെമാരുള്ള ആൾക്കാർക്ക് യാതൊരു നിങ്ങൾക്ക് തദ്ദർശന സ്പർശന അനുപത പ്രജൽപ ശയ്യാസന ആസന സയൗനസ പിണ്ഡ ബന്ധ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഭഗവാനുള്ള സാമീപ്യം കാരണം ഭഗവാന്റെ എപ്പോഴും ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ സ്പർശനം, എപ്പോഴും ഭഗവാന്റെ കൂടെ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുക, ഭഗവാനുമായിട്ട് സംഭാഷണം ചെയ്യുക, കിടപ്പ്, ഇരിപ്പ്, ഭക്ഷണം, വിവാഹം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബന്ധങ്ങൾ ഇതെല്ലാം സിദ്ധിച്ചു. എങ്ങനെയാണ് ഭഗവാനായിട്ട് നിങ്ങൾക്ക് സിദ്ധിച്ചു. അങ്ങനെയാണ് എന്താണ് നിരയവർത്മനി വർത്തതാം വ ഗൃഹേ, അതായത് സാധാരണ നിങ്ങൾ ആരാണ് ഈ സംസാര മാർഗത്തിൽ വർത്തിക്കുന്നതല്ല, വെറും സാധാരണ മനുഷ്യരാണ്. പക്ഷെ നിങ്ങളുടെ ഗൃഹത്തിൽ സ്വർഗാപവർഗവിരമ, സ്വർഗമോക്ഷത്തിന് അവസാന സ്ഥാനമായിട്ടുള്ള ആ വിഷ്ണു സ്വയം സാക്ഷാൽ ഭഗവാൻ എല്ലാറ്റിനും ആത്യന്തിക മുക്തി നൽകുന്നതായിട്ടുള്ള ആത്യന്തിക ഗതിയായിട്ടുള്ള ആ ഭഗവാൻ സ്വയം നിങ്ങളുടെ ഗൃഹത്തിൽ അങ്ങനെ വന്ന് വസിക്കുകയാണ്. അപ്പം എത്ര ഭാഗ്യവാന്മാരാണ് നിങ്ങൾ എന്ന് വീണ്ടും വീണ്ടും ഇവരെ പുകഴ്ത്തുകയാണ്. ഈ രാജാക്കന്മാരെല്ലാവരും ശ്രീശുവാച നന്ദസ്തത്ര യദൂൻ പ്രാപ്തൻ ജ്ഞാത്വാ കൃഷ്ണപുരോഗമൻ തത്രാഗമൽ വൃതോ ഗോപൈർ അനസ്ഥാർത്ഥൈർദൃദിക്ഷയാ. അപ്പോഴേക്കും ശ്രീശുബ്രഹ്മണി പറയാണ് നന്ദഗോപര് കേട്ടു, വസുദേവരും ദേവകിയും അതുമാതിരി യാദവന്മാരെല്ലാവരും ഒത്തിൻ്റെ കൃഷ്ണൻ രാമനൊക്കെ വന്നിട്ടെന്ന് അറിഞ്ഞിട്ട് വേഗം കൃഷ്ണപുരോഗമാൻ യദുവും തത്ര പ്രാപ്താൻ ജ്ഞാത്വ, ഭഗവാൻ കൃഷ്ണനോട് കൂടിയിട്ടുള്ള യദുക്കളെ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് നന്ദഗോപര് അനസ്ഥാർത്ഥ തങ്ങളുടെ ആ കാളവണ്ടികളിലുള്ള സാമാനങ്ങളോട് കൂടിയിട്ട് ഗോപൈവൃത മറ്റു ഗോപന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ട് ദിദൃക്ഷയാ തത്ര അകമൽ, അവരെ ഒന്ന് കാണാൻ വേണ്ടി രാമകൃഷ്ണൻ കാണാനുള്ള അത്യാഗ്രഹത്തോട് കൂടിയിട്ട് അവർക്കാണ്ട് വന്നെത്തി എന്ന് പറയുകയാണ്. തം ദൃഷ്ട്വാ കൃഷ്ണയോ ഹൃഷ്ടാ സ്തന്വ പ്രാണവിവോത്ഥിത പരിഷസ്വജിരേകാടം ചിരദർശന കാതരാ. തം ദൃഷ്ട്വ, ആ നന്ദഗോപനെയാണ് കണ്ടപ്പോഴേക്കും ഹൃഷ്ട, വളരെയധികം സന്തോഷിച്ചിട്ടുള്ള വൃഷ്ണികൾ യാദവന്മാരെല്ലാവരും തന്വ പ്രാണം ഇവ, ഒരു ശരീരത്തിന് ജീവൻ എങ്ങനെ തിരിച്ചു കിട്ടിയ എത്രത്തോളം ഉണ്ടാവും അതുമാതിരി ഉത്ഥിത, എഴുന്നേറ്റവരായിട്ട് ചിരദർശനകാതരാ ഗാഠം പരിഷസ്വജിരെ, കുറച്ച് കാലമായിട്ട് അങ്ങോട്ടും കാണാതിരുന്നിട്ട് ദുഃഖിതന്മാരായിട്ട് അവർ പെട്ടെന്ന് കണ്ടുകൊണ്ടുള്ള സന്തോഷം കൊണ്ട് മുറുകെ ആലിംഗനം ചെയ്തു പറയുകയാണ്. പരിഷസ്വജിരെ, പെട്ടെന്ന് ആലിംഗനം ചെയ്തു എന്ന് പറയുകയാണ്. സുദേവ പരിഷ്വജ്യ സംപ്രീത പ്രേമവിഹ്വല സ്മരൻ കംസകൃതൻ ക്ലേശൻ പുത്രന്യാസം ചകൂലേ. അപ്പോഴേക്കും വസുദേവൻ തൻ്റെ ചങ്ങാതിയായിട്ടുള്ള ആ നന്ദഗോപരി എങ്ങനെയാണ് സംപ്രീത
പ്രേമവിഹ്വല പരിഷ്വജ വളരെയധികം ഭക്തിയോട് സ്നേഹത്തോട് കൂടിയിട്ട് നന്ദഗോപരെ ഇങ്ങനെ ആലിംഗനം ചെയ്തിട്ട് എന്ത് ചെയ്തു? ആ സ്മരൻ കംസകൃതാൻ ചെറുപ്പകാലത്ത് കംസൻ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഓരോരോ കൃത്യങ്ങളെയും അതിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ വേണ്ടി ആ കുട്ടികളെ പുത്രജ്ഞാസം ച ഗോകുലേ തങ്ങളുടെ പ്രിയപുത്രന്മാരെ അവിടെ നന്ദഗോപരുടെ ആ ഗോകുലത്തിലേക്കല്ലേ ഏൽപ്പിച്ചത്. അതൊക്കെ അങ്ങനെ ഓർത്തു എന്ന് പറയുകയാണ്. കൃഷ്ണരാമൗ പരിഷ്വജ്യ പിതരാവഭിവാദ്യ നക്കിഞ്ചനോജതു പ്രേംണ സാശ്രുകണ്ഠൗ ഏ രാജൻ, കൃഷ്ണരാമോ രാമകൃഷ്ണന്മാര് പിതരൗ പരിഷ്വജ്യാവേ ആ അച്ഛനമ്മമാരായിട്ടുള്ള ആ യശോധി നന്ദഗോപരെയും കണ്ടിട്ട് ആലിംഗനം ചെയ്തിട്ട് അഭിവാദ്യ നമസ്കരിച്ചിട്ട് പ്രേംണ അവരോടുള്ള ഭക്തിയും സ്നേഹവും കാരണം സാശ്രുകണ്ഠവും കണ്ണീരോട് കൂടിയിട്ട് ഗദ്ഗത വന്നിട്ട് കിഞ്ചന ഊചത് ഒന്നും പറയാൻ വയ്യാണ്ട് അവരെങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നു കുറച്ച് നേരം എന്ന് പറയാണ്. താവാത്മാസനമാരോപ്യ ബാഹുഭ്യം പരിരഭ്യജ യശോദാച മഹാഭാഗ സുതൗ വിലഹദുശുച. മഹാഭാഗ യശോദാച ആ ഭാഗ്യവതിയായിട്ടുള്ള യശോദയോ തൗ സുതോ തങ്ങളുടെ തൻ്റെ പുത്രന്മാരെ ആത്മാസനം ആരോപ്യ തൻ്റെ ആ മടിയിലേക്കാണ് കയറ്റി വെച്ചിട്ട് ബാഹുഭ്യാം പരിരഭ്യ രണ്ട് കൈകളുകൊണ്ടും ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് ശുച വിജയ കണ്ണീരൊഴുക്കിയും കൊണ്ട് അങ്ങനെ ചേർത്ത് നിർത്തി എന്ന് പറയുകയാണ്. രോഹിണീ ദേവകീ ചാധ പരിഷ്വജ്യ പ്രജേശ്വരിം സ്മരന്ത്യോ തത്കൃതം മൈത്രിം ബാഷ്പകണ്ഠ്യൗ സമൂചതോ. രോഹിണിയും അതുമാതിരി ദേവകീദേവിയും ഇവർ രണ്ടുപേരും അങ്ങനെയാണ് വ്രജേശ്വരിയും വ്രജനായികയായിട്ടുള്ള യശോദ ഇങ്ങനെ കണ്ടിട്ട് പരിഷ്വജ്യ ആലിംഗനം ചെയ്തിട്ട് തത്കൃതാം മൈത്രിയും സ്മരന്ത്യവും ആ യശോദാദേവി തങ്ങൾക്ക് ചെയ്തു തന്നുള്ള ഉപകാരത്തേക്ക് ഇങ്ങനെ ഓർമ്മിക്കുന്നവരായിട്ട് ബാഷ്പകണ്ഠ്യവും സമൂചതവും കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണ്. ആ തങ്ങളുടെ രണ്ട് കുട്ടികളെയും കുട്ടിക്കാലത്ത് നോക്കുകയാണ്. ഇതിൻ്റെ കണ്ണിൻ്റെ ഇമ എന്താണ് അടയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനാണ് യശോദ. അതാ പറയണത് വിസ്മരേതവം മൈത്രീം അനിവൃത്തം വ്രജേശ്വരി അവാപ്യാപ്യൈന്ദ്രമൈശ്വര്യം യസ്യാനേഹ പ്രതിക്രിയ. ഹേ വ്രജേശ്വരി, നമ്മളിങ്ങനെ വ്രജനായികയല്ലേ സ്വതാദേവി. അനിവൃത്താം വാം മൈത്രീം, ഒരിക്കലും നശിക്കാത്തതായുള്ള ഭവതിയുടെ ആ മൈത്രിയെ കാ വിസ്മരേത, ആർക്കാണ് ഏതൊരുത്തിക്കാണ് വിസ്മരിക്കാൻ കഴിയാന്ന് പറയാണ്. ഐന്ദ്രം ഐശ്വര്യം അവാപ്യ, ഈ ഇന്ദ്രലോകത്തിലുള്ള ഐശ്വര്യം ലഭിച്ചാൽ കൂടിയിട്ടും യസ്യാ ഇഹ ന പ്രതിക്രിയ, അതിന് പ്രത്യുപകാരം ചെയ്യാൻ ഇന്ദ്രലോകത്തിലുള്ള ഐശ്വര്യം ലഭിച്ചാൽ കൂടിയും ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. അത്ര മഹത്തായിട്ടുള്ള ഉപകാരമാണ് ഭവതി ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഏതാവതിഷ്ടപിതരൗ യുവയോസ്മവിത്രോ സംപ്രീണനാഭ്യുദയ പോഷണപാലനാനി പ്രാപ്യോഷതു ഭവതി ഭക്ഷ്മഹയദ്വദക്ഷ്ണോർ ന്യസ്താവകുത്രജവയൗ ന സതം പരസ്വ. അതന്നെ ഒന്നും കൂടി വിസ്തരിച്ച് പറയാണ്. ഭവതി ഏ പൂജ്യേ, ഏറ്റവും പൂജിക്കപ്പെടേണ്ടവളെ എന്ന് പറയാണ്. അദൃഷ്ടപിതരൗ, അച്ഛനമ്മമാരെ എവിടെയെന്ന് അറിയാത്ത ആ ഏതോ ഈ രണ്ട് കുട്ടികൾ യുവയോന്യസ്തൗ, നിങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവരായി നന്ദഗോപരുടെയും യശോദരുടെയും കീഴിലല്ലേ അവർ വളർന്നു വന്നത്. അവർ അക്ഷ്ണോ പഷ്മയത്വൽ, കണ്ണുകളുടെ പോളകൾ പോലെ ഇരിക്കുന്ന പിതാക്കന്മാരായ നിങ്ങളിൽ നിന്ന് സംപ്രീണന അഭ്യുദയ പോഷണ പാലനാനി, വേണ്ട രീതിയിലുള്ള നല്ല പ്രീണനങ്ങൾ, അഭ്യുദയം, പോഷണം, പാലനം ഇവയൊക്കെ പ്രാപിച്ചിട്ട് അപുത്രഭയവും ഒരേടത്തുനിന്നും പേടിയില്ലാത്തവരായിട്ട് ഊഷത് വസിച്ചു നിങ്ങളുടെ കൂടെ. സദാം സ്വപര, അതിനെന്നും ഒരു എന്താണ് അതിനൊരു ഇതൊന്നും പറയാനില്ല. അതായത് സത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് തൻ്റെന്നോ അന്യൻ്റെന്നോ ഒരു ഭാവമില്ല. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. ഞങ്ങളുടെ ആ കുട്ടികളെയല്ലേ നിങ്ങൾ രണ്ടുപേരും സ്വന്തം കണ്ണിൻ്റെ കൃഷ്ണമണിമാരി നോക്കി വളർത്തിയത് എന്ന് പറയാണ്. ആ സമയത്തേക്ക് ശ്രീച്ചു ഗോവാച ഗോപ്യശ്ച കൃഷ്ണം ഉപലഭ്യ ചിരാദഭീഷ്ടം യൽ പ്രേക്ഷണേ ദൃശിഷു പഷ്മകൃതം ശവന്തി ദൃഗ്ഭിർഹൃദീകൃതമലം പരിരഭ്യ സർവാതൽ ഭാവമാപുരവി നിത്യയുജാം ദുരാവം. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, അപ്പളയ്ക്കാണ് ഗോപികമാര്
കൃഷ്ണനെ കണ്ടത് എന്ന് പറയാൻ ആലോചിച്ച് നോക്കൂ. അന്ന് വരാട്ടോ എന്ന് പറഞ്ഞ് പോയ കൃഷ്ണൻ ഇപ്പോഴാണ് പിന്നെ അവരെ കാണുന്നത്. അതാണ് ഗോപ്യച ഗോപികളും അഭീഷ്ടം കൃഷ്ണം, അതായത് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള കൃഷ്ണനെ ചിരാൽ ഉപലഭ്യ വളരെ കാലം കഴിഞ്ഞ് കണ്ടിട്ട് യൽ പ്രേക്ഷണൈ ആ യാതൊരുത്തൻ്റെ നോട്ടത്തിൽ ദൃശിഷു ഭക്ഷ്മകൃതം ശവന്തി, അതായത് ഭഗവാനെ കാണാനുള്ള ആ ആസക്തി കാരണം ഭക്ഷ്മകൃതം ശവന്തി, അതായത് ഈ നിമിയിലുണ്ടാക്കിയിട്ടുള്ള ബ്രഹ്മാവിനെ അല്ലെങ്കിൽ നിമിയോ അവർ ശപിച്ചിരുന്നു പറയുകയാണ്. കാരണം കണ്ണ് ഇമോട്ടുന്ന സമയത്ത് കുറച്ച് നേരം ഭഗവാനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കണ്ണ് തുറന്നുകൊണ്ട് ഭഗവാനെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ നിമിയിൽ ഇരിക്കുന്ന ആ ദേവനെ അവർ ശപിച്ചിരുന്നു പറയുകയാണ്. അത്ര സ്നേഹമാണ് അവർക്ക്. എന്നിട്ടോ ദൃഗ്ഭി പരിരഭ്യ അവരെന്ത് ചെയ്തു? കണ്ണുകളെ കൊണ്ട് അങ്ങനെ ആലിംഗനം ചെയ്തിട്ട് സർവാഗോപ്യാഗോപികളെല്ലാവരും നിത്യയുജാം ദുരാവം തദ്ഭാവം ആവൂ, അവരെല്ലാവരും എങ്ങനെയാണ് ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്തതായിട്ടുള്ള കൃഷ്ണഭാവത്തെ അവരെല്ലാവരും പ്രാപിച്ചു എന്ന് പറയുകയാണ്. നിത്യയുജാം, നിത്യം പറഞ്ഞാൽ എപ്പോഴും യോഗ്യമാരായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഭഗവാനെ ചിന്തിച്ച് ഇരിക്കുകയാണ്. അവർക്ക് കൂടി പ്രാപിക്കാൻ കഴിയാത്തതായിട്ടുള്ള ആ തന്മയീഭാവം, ഭഗവാനായിട്ടുള്ള ഭാവം ഉണ്ടല്ലോ, അത് അവരാ വരാനന്ദ അനുഭൂതി അതവർക്ക് ലഭിച്ചു ആ സമയത്ത് എന്ന് പറയുകയാണ്. ഭഗവാൻ താസ്തദാഭൂത വിവിക്ത ഉപസംഗത ആശ്ലിഷ്യാനാമയം പൃഷ്ട്വാ ഇനിയിപ്പോൾ അവരെന്തെങ്കിലും തന്നെ പറ്റി എന്തെങ്കിലും പറയുമോ എല്ലാവരും ഇടയിൽ വെച്ചാൽ തീരുമാനിച്ച് ഭഗവാൻ വേഗം എന്ത് ചെയ്തു? അതെ നമുക്ക് വരൂ, നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഭഗവാൻ അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. എന്നിട്ടോ തഥാഭൂത ഭഗവാൻ വിവിക്രേ ഉപസംഗത അവരെല്ലാവരെയും ഏകാന്തത്തിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് എന്നിട്ട് ആശ്ലിഷ്യ അവരെ കാലിംഗനം ചെയ്തിട്ട് അനാമയം പൃഷ്ടു അവരോട് എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ സുഖം തന്നെ ഇല്ലേ ഒക്കെ വളരെ കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്ത് പ്രഹസൻ ഇതം അബ്രവിൽ ഇങ്ങോട്ട് പറയാൻ സമയം കൊടുക്കാണ്ട് അവരോട് അങ്ങോട്ട് പറയാൻ തുടങ്ങി ചിരിച്ചും കൊണ്ട് വിസ്മരതനസഖ്യ സ്വാനം അർത്ഥജിഗീർഷയാ ഗതം ശിരായിരം ശത്രു പക്ഷക്ഷപണചേതസാ. തൊഴിമാരെ, സഖ്യ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വാനാം അർത്ഥജിഗീർഷയാ എൻ്റെ ബന്ധുക്കളുടെ ഓരോ ആവശ്യം നടത്തുവാനുള്ള ആഗ്രഹം കൊണ്ട് ശത്രുപക്ഷക്ഷപണ ചെയ്ത ശത്രുപക്ഷക്കാരെ നശിപ്പിക്കുന്നതിൽ മനസ്സ് വെച്ചവരും അതിനുവേണ്ടി പോയവരും വളരെ കാലമായിട്ട് കാണാത്തതുമായിട്ടുള്ള അവിസ്മരത നിങ്ങളെയൊക്കെ ഓർമ്മ ഉണ്ടോ എന്ന് ഗോപികമാരോട് അങ്ങോട്ട് ചോദിക്കുക ഭഗവാൻ. ഞാനേ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് പോയതാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് എൻ്റെ ബന്ധുക്കളെയൊക്കെ ഒന്ന് രക്ഷിക്കാനും ആ ശത്രുക്കളെ വധിക്കാനൊക്കെ പോയിട്ട് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പോയതാണ്. കുറേ കാലം നിങ്ങളെ കാണാനും പറ്റിയില്ല. എനിക്ക് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് പോന്നാ ഭഗവാൻ ചോദിക്കണത്. അപ്യവധ്യായതാസ്മാൻ സ്വിൽ അകൃതജ്ഞാവിശങ്കയാ നൂനം ഭൂതാനി ഭഗവാൻ യുനക്രിയാ. എന്നിട്ട് ഭഗവാൻ അവരോട് വേദാന്തം പറയും ചെയ്യും. അകൃതജ്ഞാവിശങ്കയ, നിങ്ങളെ ഒരിക്കലും ഞാനൊരു നന്ദി കെട്ടവനാണെന്നുള്ള ഭാവത്തിൽ ആസ്മാൻ ആവി അവധ്യായ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യൂ, അതൊന്നും അരുതെന്ന് പറയുകയാണ്. കാരണം ഇതൊന്നും ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല. ഭൂതാനി ഭഗവാൻ യുനക്രി വിയുനക്രിജാനൂനം, ഇതല്ല ഈ പ്രാണികളെ ജീവജാലങ്ങളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കുന്നതും അത് കഴിഞ്ഞ് വേർപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? എല്ലാം നൂനം നിശ്ചയമായിട്ടും ഭഗവാനാണ്, നമ്മുടെ കയ്യിലൊന്നല്ലാതെന്ന് പറയുകയാണ്. എന്നിട്ടോ വായുര്യതാഘനാനീകം തൃണം തൂലം രജാംസിജ സംയോജ്യാക്ഷിവരേ ഭൂയ തഥാ ഭൂതാനി ഭൂതകൾ. ഭഗവാൻ വീണ്ടും ഉദാഹരണം പറയാണ്. ഘനാനീകം തൂലം തൃണം രജാംസിജ, നല്ല മേഘക്കൂട്ടങ്ങൾ, അതുമാതിരി പഞ്ഞി, തൂലം എന്ന് പറഞ്ഞാൽ പഞ്ഞിയാണ്, തൃണം എന്ന് പറഞ്ഞാൽ പുല്ല്, രജാംസി എന്ന് പറഞ്ഞാൽ പൊടികളെ ഇതിനൊക്കെ വായു കാറ്റിൽ ഇതിനൊക്കെ അടിച്ചടിച്ച് അവിടെയും ഇവിടെയും ചിലപ്പോൾ കൂട്ടിച്ചേർക്കും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തിയെടുക്കുക ചെയ്യില്ലേ. അതുമാതിരി ഭൂത സൃഷ്ടികർത്താവായിട്ടുള്ള ഭഗവാൻ ഭൂതാനി സംയോജ്യ ഭൂയ ആക്ഷിവതേ, ചിലപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് യോജിപ്പിക്കും, ചിലപ്പോൾ വീണ്ടും വേർപെടുത്തും ചെയ്യണു എന്ന് പറയുകയാണ്. അപ്പം ഈ സംയോഗ വിയോഗമൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ദൈവാധീനാണെന്ന് ദൃഷ്ടാന്തപൂർവം ഭഗവാൻ പറയുകയാണ്. മയി ഭക്തിർഹി ഭൂതാനം അമൃതത്വായ കൽപ്പതേ ദിഷ്ട്യായ ദാസീൽമൽ സ്നേഹോ ഭവതീനാം മദാവന. പക്ഷെ നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട. എന്താണ്? ഭൂതാനാം
മയി ഭക്തി അമൃതത്വായ കൽപ്പതേ. ഈ പ്രപഞ്ചത്തിലെ ഭൂതങ്ങൾക്ക് എല്ലാവർക്കും ആ മോക്ഷത്തിനുള്ള മാർഗം എന്താണ്? എന്നിൽ പരമമായിട്ടുള്ള ഭക്തി ഉണ്ടായി തീരുക എന്നുള്ളത്. അത് ഭവതീനാം മതാവന, ആ ഭവതികൾക്ക് എന്നെ പ്രാപിക്കുന്നതായിട്ടുള്ള ആ എന്നിലുള്ള ആ സ്നേഹം ഉണ്ടല്ലോ, അത് ഉണ്ടായി എന്നുള്ളത് വളരെ ബധിഷ്ഠ്യ അതിഭദ്രമായിട്ട് നല്ല കാര്യമാണ്. നിങ്ങൾക്ക് എന്നിൽ ഭക്തി ഉണ്ട്, നിങ്ങൾ ഒട്ടും പരിഭ്രമിക്കൊന്നും വേണ്ട. കാരണം അഹം ഹി സർവഭൂതാനം ആദിരന്തോന്തരം ബഹി ഭൗതികാനം യഥാഖം വാ ഭൂർവായുർ ജ്യോതിരംഗന. ഏ അങ്കന, അല്ലയോ ശ്രീരത്നങ്ങളെ, ഭൗതികാനാം ഈ ഭൗതികങ്ങളുടെ ഉള്ളില് പഞ്ചഭൂതങ്ങളുമാരില്ലേ, ഖം വാ, ആ വായു, ഖം വാർ, വാർ എന്ന് പറഞ്ഞാൽ ജലം, വായു, ഭൂമി, ജ്യോതി, അതായത് പഞ്ചഭൂതങ്ങളായിട്ടുള്ള ആകാശം, വായു, ജലം, അഗ്നി, ഭൂമി, ഇതൊക്കെ ഏതുമാതിരി ഉണ്ടോ അതുമാതിരി സർവഭൂതാനം ആദി അന്ത അന്തരം ബഹി അഹം ഹി. ഈ പഞ്ചഭൂതങ്ങളെയുമായിട്ട് തന്നെ പഞ്ചഭൂതങ്ങളുടെ ഉള്ളിലും പുറത്തും എല്ലാം നിറഞ്ഞിരിക്കുന്ന ആരാണ്? ഞാനൊന്ന് മാത്രമാണ്. ഏത് കാര്യവസ്തു ഉണ്ടെങ്കിലും അതിന് കാരണമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും കാര്യമാണെങ്കിൽ അതിൻ്റെ കാരണമായിട്ട് പഞ്ചഭൂതങ്ങളാണ്. ആ പഞ്ചഭൂതങ്ങളെ കാര്യമായിരിക്കുമ്പോൾ അതിൻ്റെയും കാരണമായിട്ട് ആദ്യ കാരണമായിട്ട് ഇരിക്കുന്ന ആരാണ്? അത് ഞാൻ തന്നെയാണ്, പരമാത്മാവായിട്ടുള്ള ഞാനാണ്. ഏവം ഹേതാനി ഭൂതാനി ഭൂതേഷു ആത്മാത്മനാ തഥാ ഉഭയം മയ്യ വിവരേ പശ്യതാഭാതമക്ഷരേ. ഏവം ഇപ്രകാരം ഏതാനി ഭൂതാനി ഈ ഭൂതങ്ങൾ ഭൂതേഷു വർത്തന്തേ ഭൂതങ്ങളിൽ വർത്തിക്കുന്നു. ആത്മാ ജീവാത്മാവ് ആത്മന സ്വരൂപം കൊണ്ട് തഥാ വ്യാപ്തനായിട്ട് വർത്തതേ ഇരിക്കുന്നു. ഉഭയം രണ്ടും അതായത് ഈ ജീവാത്മാവിനെ ചുറ്റി കൊണ്ടാണ്, ജീവാത്മാവിൻ്റെ കൂടെയാണ് ഈ പ്രകൃതി പഞ്ചഭൂതങ്ങളായിരുന്ന ഈ പ്രകൃതിയും ഈ ശരീരവും ദേഹം ഉള്ളത്. ആ ജീവാത്മാവിനെയും ചുറ്റായി പുറത്തായിട്ട് അക്ഷരേ പരേ മയി ആഭാതം പശ്യത. ഇതിനെല്ലാവരെയും ഈ ജീവാത്മാവിനെ കൂടി ഇതിനെല്ലാം പരമായിട്ടുള്ള ആ പരമാത്മാവായിട്ടുള്ള എൻ്റെ സ്വരൂപത്തെ എല്ലാറ്റിനും ആധാരമായിട്ടുള്ള എൻ്റെ സ്വരൂപത്തെ ഉണ്ടല്ലോ അതിലാണ് പ്രതിബിംബിച്ച് കാണുന്നതാണ് ജീവാത്മാവ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ചിത്തും ജഡവുമായിട്ടുള്ള ഈ ലോകം മുഴുവൻ ഉണ്ടല്ലോ, അതായത് ജഡാത്മകമായിട്ടുള്ള ഈ ശരീരവും അതും ചിതാത്മകമായിട്ടുള്ള ഈ ജീവാത്മാവ് ഇതെല്ലാം കൂടിയിട്ട് അതിലെല്ലാം വ്യാപകനായിട്ട് പരിപൂർണനായിട്ടുള്ള എന്നില് ഈശ്വരനില് ഇതെല്ലാം വിളങ്ങുന്നതായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ എല്ലാറ്റിൻ്റെയും ആദികാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് എന്നെ കാക്ഷിക്കുന്ന ആൾക്കാർ, എന്നെ പ്രേമിക്കുന്ന ആൾക്കാർ അവസാനം എന്നെ തന്നെ പരമാത്മാവിനെ പ്രാപിക്കും, മോക്ഷം ലഭിക്കുമെന്ന് പറയാൻ കാരണം എന്ന് ഭഗവാൻ ആത്മതത്വം പറഞ്ഞു കൊടുക്കുകയാണ്. അധ്യാത്മശിക്ഷയാ ഗോപ്യ ഏവം കൃഷ്ണേന ശിക്ഷിത തദനുസ്മരണധ്വസ്ഥ ജീവകോശാസ്മദ്യകൻ. ഏവം കൃഷ്ണേന അധ്യാത്മശിക്ഷയാ ഇപ്രകാരം ഭഗവാനാൽ ആത്മോപദേശത്താൽ ശിക്ഷിത ബോധിപ്പിക്കപ്പെട്ട ഗോപികൾ തദനുസ്മരണ ധ്വസ്ത ജീവകോശ ആ ഭഗവാന്റെ നിരന്തരമായ സ്മരണം കൊണ്ട് ധ്വംസിക്കപ്പെട്ടുള്ള ഈ ജീവാച്ഛാദനം, അതായത് ജീവിത മാലിന്യങ്ങളുണ്ടോ ജീവോപാധികളായിട്ടുള്ള അജ്ഞാനത്തിനെ മുഴുവൻ തീർത്തിട്ട് എന്ത് ചെയ്തു? തം അധ്യകൻ ആ ഭഗവാനെ തന്നെ പ്രാപിച്ചു എന്ന് പറയുകയാണ്. ഈ ശ്ലോകത്തിന് മുമ്പ് ശ്രീ ശുഭവാച എന്നുണ്ട്, ഗോപാലനാരുടെ പുസ്തകത്തിലില്ല, പക്ഷെ അതുണ്ട്. എന്നിട്ടോ അവര് മറുപടി പറയുകയാണ് ഭഗവാനോട്. ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദം യോഗേശ്വരേ ഹൃദി വിചിന്യം അഗാധബോധൈ സംസാരകൂപപതിതോത്തരണാവലംബം ഗേഹം ജുഷാമപി മനസ്സുതിയാൽ സദാ. അതാണ് അവരുടെ ആ ഭഗവാനോടുള്ള ഒടുവിലത്തെ പ്രാർത്ഥന. ഏ നളിനനാഭ, അതായത് താമരയുടെ സ്ഥാനമായിട്ടുള്ള പൊക്കിളുള്ളവനെ, പൊക്കിളോട് കൂടിയവനെ, പത്മനാഭ എന്ന് വിളിക്കില്ലേ ഞങ്ങൾ ഭഗവാനെ, അഗാധബോധൈ യോഗേശ്വരൈ ഹൃദി വിചിന്യം അഗാധമായ ബോധത്തോടു കൂടിയ യോഗേശ്വരന്മാരാൽ തങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും വിചിന്തനം ചെയ്യുവാൻ യോഗ്യവും അതേ സമയത്ത് തന്നെ സംസാരകോപപതിതോത്തരണ അവലംബം ഈ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണവർക്ക് അതിൽ നിന്ന് മേൽപോട്ട് കയറാൻ ആശ്രയവുമായിട്ടുള്ള
തേ പദാരവിന്ദം, അങ്ങയുടെ പാദകമലങ്ങൾ ഗേഹം ജുഷാമവി, ഞങ്ങളിങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ അങ്ങനെ മുഴുകിയിട്ട് അതിലങ്ങനെ വിഷമിച്ചിരിക്കുന്നവനാണെങ്കിൽ കൂടിയിട്ട് ന മനസ്സി, ഞങ്ങളുടെ ഹൃദയത്തിൽ സദാ ഉദിയാൽ എപ്പോഴും ഉണ്ടായിരിക്കണേ ഭഗവാനെ എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് ഭഗവാനോട് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ വിഷ്ണുഗോപസംഗമോ നാമ 82-തമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.